മറ്റൊരു കാര്യം പറയാം. അതായത് 2012 ജനുവരിയിൽ ദൈവം എന്നോട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ കഠിനമായിരിക്കുന്ന ക്ഷാമമുണ്ടാകും. അപ്പോഴന്ന് എനിക്കൊരു സംശയമുണ്ട്, ഇന്ത്യൻ യൂണിയനിലാണല്ലോ കേരളം, പിന്നെ അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് ക്ഷാമം വരുന്നത്? നമുക്കറിയാമല്ലോ, സാഹചര്യങ്ങൾ മാറുന്ന അറിയാമല്ലോ. പ്രിയപ്പെട്ട എന്തുവാ, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നുള്ള പഴയ ആപ്തവാക്യം പോയില്ലേ? അപ്പോൾ കേരളം കഠിനമായിരിക്കും ക്ഷാമത്തിലേക്ക് പോകും. എങ്ങനെ തെളിയിക്കാൻ പറ്റും? നമുക്ക് പ്രിയപ്പെട്ടവരെ, എങ്ങനെ തെളിയിക്കാൻ പറ്റും? നമുക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. ഈ ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പട്ടിണി എവിടുന്ന് വരും? നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഉള്ളത്? ഇവിടെ യാതൊന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ നമുക്ക് നല്ല വെള്ളം പോലും ഇല്ല. നമുക്കുള്ള വെള്ളം മുഴുവൻ നമ്മൾ തന്നെ നശിപ്പിക്കുക. നമ്മുടെ ആഡംബരത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന നീരുള്ള മുഴുവൻ നമ്മൾ നശിപ്പിച്ച വേസ്റ്റ് ഇടാൻ വേണ്ടി ഉപയോഗിക്കല്ലേ. നാളെ ഭക്ഷണ സാധനം ഇവിടെ വരത്തില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഭക്ഷണം വരത്തില്ല. അതിന് വേറെ പ്രശ്നങ്ങളുണ്ടാവും. ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഇവിടെ ഭക്ഷണം വരത്തില്ല. ഇത് എന്താണ്? കേരളം ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരും. നമുക്ക് പൈസ ഉണ്ടാവും, പക്ഷെ ഭക്ഷണം കിട്ടത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് മനുഷ്യനേക്കാൾ ഉപരി മൃഗങ്ങളെ സ്നേഹമാണ്. അതിൻ്റെ ഒരു പരിധി, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താണ്? അവസാന നാളുകളായി കഴിയുമ്പോഴെന്നാണ് ദൈവത്തിൻ്റെ ഇതിനകത്ത് പറഞ്ഞ മുദ്ര പൊട്ടിച്ചപ്പോൾ മൃഗങ്ങളാൽ മനുഷ്യനെ കൊന്നുകളയാനുള്ള അധികാരം കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു വചനം ബൈബിളിനകത്തുണ്ട്. അപ്പോൾ എന്താണ്? ഇതിനെ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, യേശുക്രിസ്തു ആശ്രയിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കേരളം കഠിനമായിരിക്കുന്ന പട്ടിണിയിലേക്ക്, ക്ഷാമത്തിലേക്ക് വരാൻ പോവുകയാണ്.